സംസ്ഥാനത്ത് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുവാനുള്ള ധനവകുപ്പിൻ്റെ ഔദ്യോഗിക ഉത്തരവ് ഇന്ന് മാർച്ച് 13 ബുധനാഴ്ച പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2021 സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സർക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് നടത്തിയ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇറങ്ങിയ ഉത്തരവിൽ 48,16,963 പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ 715,35,35,500 രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ എന്നിവയിലെ 7,19,520 ഗുണഭോക്താക്കൾക്ക് NSAP വിഹിതം നൽകുന്നതിനായി 18,75,20,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക 24,95,303 ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT സെല്ലിൽ നിന്നും തുക എത്തിച്ചേരും. അതുപോലെ 23,21,660 പേർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്കും എത്തിച്ചേരുമെന്നും ഉത്തരവിൽ പറയുന്നു. പെൻഷൻ തുകയുടെ വിതരണം മാർച്ച് 15 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടാതെ സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി പെൻഷനുകളും 15 മുതൽ ഒരു മാസത്തെ തുക വിതരണം ചെയ്യുന്നുണ്ട്. മാർച്ച് 12 5,000 കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് 15-ാം തീയതി വെള്ളിയാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത്. ക്ഷേമനിധി ബോർഡുകളിലെ 5,78,975 ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നൽകുന്നതിനായി 91,25,85,600 രൂപയും അനുവദിച്ചിട്ടുണ്ട്. 16 ക്ഷേമനിധി ബോർഡുകളാണ് സർക്കാർ സഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷനുകൾ വിതരണം നടത്തുന്നത്. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന സമയത്താണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക ഉത്തരവും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന് ഫണ്ടും ലഭിച്ചതിനാൽ വെള്ളിയാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.